ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഡിജിറ്റൽ ഡയറി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട് എപ്പോഴും ക്ലീനും ഫ്രഷും നല്ല സ്മെല്ലോടെ വെക്കാനായിരിക്കും ആഗ്രഹം. അപ്പോൾ നമുക്ക് വീട് എങ്ങനെ എപ്പോഴും നല്ല സ്മെല്ലോടെ വെക്കാം, അതും വലിയ പൈസ ചിലവ് ഒന്നുമില്ലാതെ എന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വീട്ടിൽ ദുർഗന്ധമൊക്കെ മാറ്റാൻ നമുക്കൊരു എയർ ഫ്രഷ്നറിന്റെ സഹായം വേണം. അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. DIY എയർ ഫ്രഷ്നർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കാലി ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ഫാബ്രിക് സോഫ്റ്റ്നർ ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ഫാബ്രിക് സോഫ്റ്റ്നറിന് 1/2 ലിറ്റർ ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേൻ്റെ മൂടി ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ ക്ലോസ് ചെയ്യാം. നല്ല പോലെ ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ DIY എയർ ഫ്രഷ്നർ ഇസ് റെഡി. ഈ DIY സ്പ്രേ നമുക്ക് സോഫയുടെ ഫാബ്രിക്കിന്റെ മേലെ, കർട്ടൻസ്, പിന്നെ ഡോർ മാറ്റ്സ്, ഡൈനിങ് ടേബിളിന്റെ ചെയറിന്റെ കുഷ്യൻസിന്റെ മേലെ ഒക്കെ സ്പ്രേ ചെയ്ത് വിടാം. DIY എയർ ഫ്രഷ്നറിൽ ബേക്കിംഗ് സോഡ, എസെൻഷ്യൽ ഓയിൽ ഒന്നും ആഡ് ചെയ്യരുത്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രേ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്കിന്റെ മുകളിൽ മൊത്തം സ്റ്റെയിൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വീട് എത്ര ക്ലീൻ ആക്കിയാലും കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലാണ് പ്രശ്നം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇറച്ചി, മീൻ, ഫുഡ് വേസ്റ്റ് ഒക്കെ കഴുകുന്നത് കൊണ്ട് തന്നെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ബാഡ് സ്മെൽ അവോയ്ഡ് ചെയ്യാൻ കിച്ചൺ സിങ്ക് ഡീപ് ക്ലീൻ ചെയ്യുന്നത് മസ്റ്റാണ്. ഒരു ഹാൻഡ്ഫുൾ കോസ്റ്റിക് സോഡ സിങ്ക് പൈപ്പിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം അതിലേക്ക് 1 ലിറ്റർ നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കോസ്റ്റിക് സോഡ ഒരിക്കലും നമ്മൾ വെറും കൈയോടെ തൊടാൻ പാടില്ല കേട്ടോ, എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുക. കോസ്റ്റിക് സോഡ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഏത് ലോക്കൽ സ്റ്റോഴ്സിലും ഓൺലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നോർമൽ ടാപ്പ് വാട്ടർ ഓപ്പൺ ചെയ്ത് വിട്ടാൽ പൈപ്പ് നല്ലപോലെ ക്ലീൻ ആകും. സിങ്കിന്റെ പൈപ്പിന് സ്റ്റക്കായി നിൽക്കുന്ന ഓയിൽ സ്റ്റെയിൻസും ഫുഡ് വേസ്റ്റ് ഒക്കെ പോക്കാൻ ഈ കോസ്റ്റിക് സോഡ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മന്ത്ലി വൺസ് എങ്കിലും കിച്ചന്റെ സിങ്കിന്റെ പൈപ്പ് ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്താൽ ബാഡ് സ്മെൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സിങ്കിന്റെ പൈപ്പ് വളരെ കട്ടി കുറഞ്ഞതാണെങ്കിൽ ഈ ഒരു മെത്തേഡ് അവോയ്ഡ് ചെയ്യാം. കിച്ചൺ സിങ്കിന്റെ പൈപ്പ് ഡീപ് ക്ലീൻ ആയി നെക്സ്റ്റ് ബാഡ് സ്മെൽ വരാതിരിക്കാൻ നമുക്ക് സാനി സ്റ്റിക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സാനി സ്റ്റിക്സ്. ഇത് മന്ത്ലി ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഒരുപാട് ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ നോക്കി കിട്ടിയില്ല. ഇത് ഓൺലൈൻ സ്റ്റോഴ്സിൽ മാത്രമാണ് കറന്റ്ലി അവൈലബിൾ. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കിച്ചന്റെ സിങ്കിന്റെ പൈപ്പിലേക്ക് ഇത് ഇട്ട് വെച്ചാൽ അത് പോയി താഴെ ഒരു വളഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് അതിന്റെ എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ പൈപ്പിൽ നിന്ന് വരുന്ന ബാഡ് സ്മെൽസ് വരാതെ അവോയ്ഡ് ചെയ്യും. നെക്സ്റ്റ് ഇപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഏതെങ്കിലും നല്ല എസെൻഷ്യൽ ഓയിൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലെമൺ ഗ്രാസ് ആണ്, പുൽത്തൈലം എന്ന് പറയും, ആ വെള്ളം ഒരു 10 to 15 ഡ്രോപ്സ് ഇട്ടിട്ട് വീട് മുഴുവനും തുടച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നല്ല സ്മെല്ലായിരിക്കും വീട്. നെക്സ്റ്റ് ഇപ്പോൾ ചില ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ വെള്ളം പോയി നിന്ന് ബാഡ് സ്മെല്ല് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ടൈം ടു ടൈം ഫ്രിഡ്ജിന്റെ ബാക്ക് ചെക്ക് ചെയ്യുക. ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് പോലെ തന്നെ ഫ്രിഡ്ജിന്റെ അകത്തു നിന്നും ബാഡ് സ്മെല്ല് വരുന്നത്, പിന്നെ കോക്രോച്ചിന്റെ ശല്യം ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ടൈം ടു ടൈം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വെക്കണം. ഡീപ് ക്ലീൻ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് അതിന്റെ ഗ്യാസ് കട്ടൊക്കെ വൈപ്പ് ചെയ്ത് വെച്ചാലും മതി. ഫ്രിഡ്ജ് പോലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കേണ്ട വേറൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് വാഷിംഗ് മെഷീൻ. ഇടയ്ക്കിടയ്ക്ക് ഇത് വൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിന്റെ ഗ്യാസ് കട്ട് ക്ലീൻ ചെയ്യുക, പിന്നെ അതിന്റെ ഉള്ളിലുള്ള അറ്റാച്ച്മെന്റ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബാഡ് സ്മെല്ല് വരുന്നത് അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് കാലം ഇങ്ങനത്തെ ഇലക്ട്രോണിക് അപ്ലയൻസ് നിലനിൽക്കും. വേറെ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഷൂ റാക്ക്. അവിടെ എങ്ങനെ ബാഡ് സ്മെൽ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കണ്ടെയ്നറിൽ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ചോക്ക് പീസ് ഇട്ട് വെക്കുക. അതിലേക്ക് ഒരു 10 to 15 ഡ്രോപ്സ് നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൊണ്ട് നമ്മൾ ഷൂ റാക്കിൻ്റെ അകത്ത് വെക്കണം. ബേക്കിംഗ് സോഡ ഷൂ എന്നൊക്കെ വരുന്ന ബാഡ് സ്മെല്ല് അബ്സോർബ് ചെയ്യും. പിന്നെ ചോക്ക് പീസ് ഈറം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഷൂ ഒന്നും പെട്ടെന്ന് കേടാവില്ല. പിന്നെ എസെൻഷ്യൽ ഓയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോ തവണ ഷൂ റാക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും. നെക്സ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂം അടിച്ചു കൊടുക്കുക. ഇതിന് വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ടിഷ്യൂ പേപ്പർ അല്ല കോട്ടണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല എസെൻഷ്യൽ ഓയിൽ 10 to 15 ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് നിങ്ങൾ ഡ്രസ്സൊക്കെ വെക്കുന്ന കബേർഡിൽ വെച്ചാൽ ഓരോ തവണ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഇപ്പോൾ വളരെ കോമൺ ആണ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്.
ഡെയിലി വേസ്റ്റ് കളയാം. വേസ്റ്റ് കളഞ്ഞതിന് ശേഷം പുതിയ വേസ്റ്റ് കവർ ഇടുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടിഷ്യൂ പേപ്പർ, എസെൻഷ്യൽ ഓയിൽ ഇട്ട് വെച്ച ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതിൽ വേസ്റ്റ് ബിന്നിൽ ഇട്ട് വെക്കാം. അതിനുശേഷം വേസ്റ്റ് കവർ ഇടാം. ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. ഡസ്റ്റ്ബിന്നിലുള്ള ബാഡ് സ്മെല്ല് നമുക്ക് വരാതിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്. വീട്ടിൽ സെൻറ്റഡ് ക്യാൻഡിൽസ് കത്തിച്ചു വെക്കുക. മാർക്കറ്റിൽ പല ടൈപ്പ് ഫ്ലേവേഴ്സിൽ സെൻറ്റഡ് ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. വീടൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം ഇതുപോലത്തെ നല്ല സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കത്തിച്ചു വെക്കുക. വീട് മുഴുവനും നല്ല സ്മെല്ലായിരിക്കും. നെക്സ്റ്റ് ടിപ്പ്, വില പിടിച്ച ഓയിൽ ഡിഫ്യൂസേഴ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ വെറുതെ കിടക്കുന്ന ആവി പിടിക്കുന്ന സ്റ്റീമർ, സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ആ സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് ആ സ്റ്റീമർ ഓൺ ചെയ്ത് വെച്ചാൽ ആ സ്റ്റീമറുള്ള ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു റൂം നല്ല സ്മെല്ലായിരിക്കും. നെക്സ്റ്റ് ടിപ്പ്, വീട്ടിൽ ഇറച്ചി മീനൊക്കെ വറുക്കുക കറിവെക്കുകയൊക്കെ ചെയ്താൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇന്ന് നമ്മളെ വീട്ടിൽ എന്താ വെച്ചതെന്ന്. അപ്പോൾ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്നതിന് മുന്നേ ഈ ഒരു ബാഡ് സ്മെൽ അവോയ്ഡ് ചെയ്യാൻ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പാത്രം വെള്ളത്തിൽ കുറച്ച് ലെമൺ സ്ലൈസ് ചെയ്ത് ഇടുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെനില എസൻസ് ആണ്. 2 മൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നല്ല എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വനില ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സിനമനും ക്ലോവ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ ബോയിൽ ആകുമ്പോഴേക്കും വീട്ടിൽ എസ്പെഷ്യലി കിച്ചണിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരും. ഇതൊന്ന് നല്ലപോലെ കൂൾ ഡൗൺ ആയതിനു ശേഷം ഒരു ജാറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെയും ആവശ്യം വരുമ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെയും റീബോയിൽ ചെയ്യാം. അടുത്ത ടിപ്പ്, സാമ്പ്രാണി പുകയ്ക്കലാണ്. ഇത് വീട് മുഴുവനും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ഫീല് കൊണ്ടുവരും. അതല്ലാതെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഇത് നല്ലതാണ്. പോസിറ്റിവിറ്റി എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാണാത്തവർ കണ്ടു നോക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നാച്ചുറൽ ആയിട്ടും ഫ്രഷ് ആയിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ ലൈറ്റും എയറും വീട്ടിലേക്ക് കൊണ്ടുവരാം. മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. വീട് വെന്റിലേറ്റഡ് ആയി വെച്ചാൽ തന്നെ വീട് ഫ്രഷും നല്ല സ്മെല്ലോടെ ഇരിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി.